ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. 25 നോമ്പിൻ്റെ 5-ാം ദിവസമായ ഇന്ന് നമുക്ക് ഒരുമിച്ചുള്ള ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാകുന്നുവല്ലോ. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുന്നത് ദൈവം നമ്മുടെ നടുവിലുണ്ട് എന്നുള്ള ചിന്തയാകുന്നു. നോമ്പുകാലം എന്നത് ആത്മീയമായി ആത്മപരിശോധനയ്ക്കും പാപങ്ങളിൽ നിന്നുള്ള തിരിച്ചുവരവിനും ദൈവത്തോടുള്ള പുതുക്കിയ ബന്ധത്തിനുമുള്ള വിശുദ്ധ സമയമാണ്. എന്നാൽ ക്രിസ്മസിന് മുൻപുള്ള നോമ്പുകാലം എന്നത് പ്രത്യാശയുടെ ഒരു കാലമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം നടപ്പിലാക്കാൻ ഇരിക്കുകയാണ്. വെളിച്ചം ഇരുട്ടിനകത്ത് പ്രകാശിക്കാൻ ഇരിക്കുകയാണ്. സെഫന്യാവ് 3:14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പ്രത്യാശയുടെ ശബ്ദമാണ്. ദൈവം തൻ്റെ ജനങ്ങളോട് പറയുന്നു, ആനന്ദിച്ചു പാടുക, സിയോൻ പുത്രിയെ, ഭയപ്പെടേണ്ട, നിന്റെ ദൈവമായ യഹോവ നിന്റെ നടുവിലുണ്ട്. ക്രിസ്മസ് എന്നത് ഈ പ്രവചനത്തിൻ്റെ നിറവാണ്. ദൈവം മനുഷ്യരായി നമ്മുടെ ഇടയിൽ വന്നു പാർക്കുന്നതിൻ്റെ അത്ഭുതം. ഈ ഭാഗത്ത് ഒന്നാമതായി നാം ചിന്തിക്കുന്നത് ആനന്ദത്തിൻ്റെ വിളി എന്ന ചിന്തയാകുന്നുവല്ലോ. സിയോൻ പുത്രിയെ, ആനന്ദിച്ചു പാടുക, ഇസ്രായേലെ ഉല്ലസിക്കുക. ദൈവം തൻ്റെ ജനങ്ങളെ ആനന്ദത്തിലേക്ക് വിളിക്കുന്നു. പാപത്തിൻ്റെ നിഴലിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദൈവം പറയുകയാണ്, പാടുക, ഉല്ലസിക്കുക. ക്രിസ്മസിൻ്റെ ഗാനങ്ങളും ഇതിൻ്റെതായ ഒരു തുടർച്ചയാണ്. സ്വർഗത്തിൽ ദൂതന്മാർ പാടിയ സന്തോഷഗാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ക്രിസ്മസ് സന്തോഷത്തിൻ്റെ ആഘോഷമാണ്, കാരണം ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുന്നതുകൊണ്ട്. രണ്ടാമതായി വിധികളിൽ നിന്നുള്ള മോചനം. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ക്രിസ്മസിൻ്റെ സന്ദേശം ക്ഷമയുടെ സന്ദേശമാണ്. ക്രിസ്തുവിൻ്റെ ജനനം ലോകത്തിന് വിധിയിൽ നിന്നുള്ള മോചനം നൽകി. ക്രിസ്തുവിലേക്കുള്ള ക്രൂശിലേക്കുള്ള യാത്രയുടെ തുടക്കം ക്രിസ്മസിൽ നിന്നാണ്. ദൈവം നമ്മുടെ ശിക്ഷ നീക്കി. അതുകൊണ്ട് ക്രിസ്മസ് വെറും ആഘോഷം മാത്രമല്ല, അത് മോചനത്തിൻ്റെ ഓർമ്മ കൂടിയാകുന്നുവല്ലോ. മൂന്നാമതായി ഭയത്തെ മാറ്റുന്ന ദൈവം. അന്ന് അവൻ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതും എന്ന് പറഞ്ഞു. ക്രിസ്മസിന്റെ ആദ്യ സന്ദേശം ദൂതൻ മറിയത്തോടും ഇടയന്മാരോടും പറഞ്ഞ വാക്കായിരുന്നു, ഭയപ്പെടേണ്ട. ദൈവം തൻ്റെ സാന്നിധ്യത്തോടെ ഭയം മാറ്റുന്നു. ഇന്നും അവൻ അതുപോലെ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിനക്കൊപ്പമുണ്ട്. ക്രിസ്മസിന്റെ വെളിച്ചം ഭയത്തിൽ ഇരുട്ടിനെ നീക്കുന്നു. ഈ നോമ്പുകാലം അതിനായി നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്ന സമയമാണ്. നാലാമതായി ദൈവത്തിൻ്റെ സാന്നിധ്യം. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇതാണ് ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശം. ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ. ദൈവം ദൂരെയല്ല, അവൻ മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്നു. അവൻ നമ്മെ രക്ഷിക്കുന്നു, നമ്മെക്കുറിച്ച് ആനന്ദിക്കുന്നു, നമ്മെക്കുറിച്ച് സന്തോഷിക്കുന്നു. ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ദൈവം പാർക്കുന്ന ഒരു അനുഭവമാണ്. അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നവനാണ്. അഞ്ചാമതായി പുനഃസ്ഥാപനവും പ്രത്യാശയും. ഞാൻ നിങ്ങളെ കൂട്ടിച്ചേർക്കും, നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ ബഹുമാനിക്കും. ദൈവം വിച്ഛിന്നമായതെല്ലാം പുനഃസ്ഥാപിക്കുന്നു. ക്രിസ്തു മനസ്സിൽ മനുഷ്യനും ദൈവവും വീണ്ടും ഒന്നാകുന്നു. യേശു ക്രിസ്തു ജനിച്ചത് മനുഷ്യബന്ധങ്ങളുടെ പുനഃസ്ഥാപനത്തിനും സമാധാനത്തിനും വേണ്ടി. ഈ നോമ്പുകാലം നമ്മെ പുനഃസ്ഥാപനത്തിലേക്ക് ഒരുക്കുകയാണ്. പാപത്തിൽ നിന്ന് തിരിഞ്ഞ് സമാധാനത്തിൻ്റെ ദൂതനായ യേശുവിനെ സ്വീകരിക്കാനാണ് ഈ വേദഭാഗത്തിൽ നാം ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമതായി ദൈവം നമ്മുടെ നടുവിലുണ്ട്. രണ്ടാമതായി അവൻ നമ്മുടെ ഭയത്തെ മാറ്റുന്നു. 3, അവൻ പുനഃസ്ഥാപിക്കുന്നു. 4-മതായി അവൻ നമ്മെക്കുറിച്ച് ആനന്ദിക്കുന്നു. ഈ ക്രിസ്മസ് വാഗ്ദാനത്തിൻ്റെ നിറവാണ്. ദൈവം നമ്മുടെ ഇടയിൽ വന്നു പാർക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആനന്ദിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ക്രിസ്മസിൻ്റെ ഈ ധ്യാനകാലത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിനക്ക് തുറക്കുന്നു. ഞങ്ങളുടെ ഭയം നീക്കി പ്രത്യാശയും സമാധാനവും നിറയ്ക്കണമേ. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഉണ്ടാകണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.